ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾ തമ്പനയിൽ ഓൾറെഡി കണ്ടു കാണും. ലൂമി ക്രീം ആണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത്. ലാക്മി ലൂമി ക്രീം ആണ്, മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ. അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ മേക്കപ്പിന് ഒരു 3D ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രോപ്പ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ലൂമി ക്രീമും. അപ്പൊ നമുക്കിത് രണ്ട് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. സ്കിൻ കെയർ ആയിട്ടും യൂസ് ചെയ്യാം, സെയിം ടൈം മേക്കപ്പ് ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിനൊക്കെ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ് ആക്കി വെച്ചിട്ട് സെയിം തന്നെ നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സിനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതുപോലെ നോസിന്റെ ഏരിയ, അതുപോലെ നമ്മുടെ ജോലൈന്റെ ഏരിയ, ഇവിടുത്തെ നമ്മുടെ ഈ കണ്ണിന്റെ മുകളിലത്തെ ഈ ഒരു ഏരിയ. അപ്പൊ ഇങ്ങനത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട പെർട്ടിക്കുലർ ഏരിയാസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലൂമി ക്രീമിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് ചെയ്തു തരിക എന്നുള്ളതാണ്. ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പിങ്ക് വേരിയന്റ് ആണ്. പലതുണ്ട് കേട്ടോ, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, തെറിച്ച് ഓക്കെ എല്ലായിടത്തും തെറിച്ച്. ഓക്കെ, അപ്പൊ ഇത് തെറിച്ച സ്ഥിതി നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോ പിങ്ക് വേരിയന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ ഇട്ടിട്ടില്ല, ഈ സൈഡിൽ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഇതുണ്ടോ, നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പിന്റെ ആ ലുക്ക് തന്നെ മാറും. ഈ ഒരു ഏരിയയും കൂടെ വെച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മളിത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരേ മേക്കപ്പ് രീതിയാണ് അല്ലെങ്കിൽ ഒരേ സ്റ്റൈലിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓണം സെലിബ്രേഷൻ തന്നെ വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓണം സെലിബ്രേഷന് ഇങ്ങനത്തെ ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ലൂമി ക്രീം വാങ്ങിച്ചിട്ട്, ഈ സാധനം മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ, ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കിതാണ് 100% പറയാൻ പറ്റുള്ളൂ. നോക്കിക്കേ, തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. എപ്പോഴും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഭയങ്കര ഇങ്ങനെ തൊടാൻ തോന്നുന്ന പോലെ ഇരിക്കും. അത്രയ്ക്ക് നല്ല ഗ്ലോ ഉണ്ടാകും, ഹൈഡ്രേഷൻ ഉണ്ടാകും. സെയിം ടൈം മെയിൻ ആയിട്ട് ഒരു പറയുന്നത് 3D ഗ്ലോ ആണ്. 3D ഗ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടോ. ഇപ്പൊ എന്റെ ഈ ഒരു ഏരിയയും നോക്കുമ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു, പക്ക പ്ലെയിൻ ആയിട്ട് വെരി നോർമൽ ആയിട്ട് കിടക്കുന്നു. പക്ഷെ ഇത് കണ്ടോ, ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ആയി, ഫേസിന്റെ ഒരു ഫീച്ചർ തന്നെ മാറി. എന്റെ ഈ രണ്ട് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കുറച്ചുകൂടെ കാണാൻ ഒരു മെനുണ്ട്. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ശരിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സാധനം കൊണ്ട് ഭയങ്കര യൂസ് ആണ്. എപ്പോഴും യൂസ് ചെയ്യരുത്, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവത്തില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സാധനം ഒന്ന് എടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടും. ഇപ്പൊ എനിക്ക് രണ്ട് വശവും രണ്ട് രീതിയിൽ ഇരിക്കുന്നു. എനിവേസ് 299 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഇതിന്റെ പിങ്ക് വേരിയന്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ വാങ്ങിക്കാം. 3 വേരിയന്റ് ആണ് മൊത്തം ഉള്ളത് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്സിനും എല്ലാ സ്കിൻ ടോണിനും ഇത് മാച്ച് ആകും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് അലർജീസ് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് സ്കിൻ കെയർ ആയിട്ടും യൂസ് ചെയ്യാം, മേക്കപ്പ് ആയിട്ടും യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കവർ, ഇങ്ങനത്തെ ഒരു കവറിലാണ് ഇത് വരുന്നത്. ആക്ച്വലി ഈ കവർ കുറച്ച് മെനകേടായിട്ടിരിക്കുകയാണ്. കാരണം ഞാനിത് ഇന്ന് വീഡിയോ ചെയ്യും, നാളെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കവർ സൂക്ഷിച്ച് എന്റെ മണ്ടയ്ക്കൊക്കെ എന്തോ കയറ്റി വെച്ചിട്ടാണ് ഇത് ഈ പരുവത്തിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസേജ് ഇവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അപ്ലൈ ദ ക്രീം ഇൻ ഡോട്ട് അക്രോസ് ക്ലെൻസ്ഡ് ഫേസ് ആൻഡ് നെക്ക്, ജെന്റ്ലി ബ്ലെൻഡ് യൂസിങ് ഫിംഗർ ടിപ്സ്. നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്താൽ മതി. ആദ്യം ഡോട്ട് ഇട്ട് കൊടുക്കുക, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ നോസിന്റെ ഏരിയയിലും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ നല്ല രീതിക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്ത പോലെ തന്നെ നല്ല 3D ഗ്ലോയിൽ ഇരിക്കും. അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിലും യൂസ് ചെയ്യാം. ഈ രീതിയിൽ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് എന്താവുന്നത്, സ്കിൻ കെയർ ആവുന്നത് കേട്ടോ. അതുപോലെ തന്നെ കണ്ണിൽ കൊണ്ടിട്ടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും പറയുന്ന പോലെ തന്നെ കണ്ണിൽ കൊണ്ടിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളും അത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈൻഡ് ഫോർ ഓൾ സ്കിൻ ടോൺസ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് കണ്ടു. ഇപ്പൊ തന്നെ ഇത് ഉണങ്ങി, പക്ഷെ കണ്ടോ ആ ഡിഫറൻസ് മാറിയിട്ടില്ല. ഇവിടുത്തെ ആ ഒരു ഗ്ലോ കുറവ് നമുക്ക് ഇവിടെ ഇത് കണ്ടോ, നല്ല രീതിക്ക് ഗ്ലോ ആയി, സ്കിൻ ഒന്ന് ലൈറ്റൺ ആയി, മൊത്തത്തിൽ ഒരു ലുക്ക് വന്നു ഈ ഒരു ഏരിയയിൽ. ശരിക്കും എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
എനിവേസ് ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട് ഗൈസ്. നയാസിനമൈഡ് ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്, സ്കിൻ അലർജീസ് ഒന്നും ഇല്ലാത്തത്, സ്കിൻ കെയറിന് ഇത് യൂസ് ചെയ്യാം എന്ന് പറയുന്നത് മേ ബി ഇതിനകത്ത് നയാസിനമൈഡ് ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല. ഇതിന് വാട്ടർ ബേസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓയിലി സ്കിന്നുകാർക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ഓയിലി സ്കിൻ ആയിട്ടുള്ള ആക്നി പ്രോൺ സ്കിന്നുകാർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇത് വാട്ടർ ബേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ 30 ഗ്രാമിനാണ് കേട്ടോ, 30 ഗ്രാമിനാണ് 299 രൂപ. നമ്മൾ ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 299 രൂപ, ഒരു 240, 250 ആ ഒരു റേഞ്ചിൽ എന്തോ ആണ് ഞാനിത് വാങ്ങിച്ചത്. ഐ തിങ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. ക്ലിയർ അല്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷെ എന്നാലും 299 രൂപ ആവത്തില്ല ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പിങ്ക് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് കുറച്ച് സ്യൂട്ട് ആവുന്നതെന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഗോൾഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ഇഷ്ടം തോന്നും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്സിനും എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നുണ്ട്. ഇത് വാങ്ങിച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗോൾഡ് ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ സിൽവർ ആണ് എങ്ങനെ അത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ നോക്കാം. എനിക്കിപ്പോൾ ഇത് പിങ്ക് തന്നെ എനിക്ക് ഓക്കെ ആണ്. ഞാൻ ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് എന്തെങ്കിലും ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂമി ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളിപ്പോ ഫൗണ്ടേഷനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഫേസ് വാഷ് ചെയ്ത് സെറം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് നോർമൽ ആയിട്ട് ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും ആ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയ ഉണ്ടല്ലോ, നോസിന്റെ ഏരിയ, ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഒന്നിടുക. അതുപോലെ ഈ കണ്ണിന്റെ ഇവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഗ്ലോ കിട്ടും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഫേസിന് ഒന്ന് ഫേസ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്തോ എക്സ്ട്രാ ചെയ്ത പോലെ ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് മൊത്തത്തിൽ ഒരു ലുക്ക്, ഒരു ഗും കിട്ടും നമ്മുടെ ഒരു ഫേസ് മേക്കപ്പിന് അന്നത്തെ ദിവസം. സോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കയ്യിൽ വെച്ചേക്കാം. ഒത്തിരി നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇത് 1-2 തവണ എന്തോ ഒരു മാരേജിന് പോയ അങ്ങനത്തെ ഒരു ഫംഗ്ഷനും, പിന്നെ ഇത് എന്തോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏതോ 2 വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒന്നൊരെണ്ണം വാങ്ങി വെച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. തന്നെയല്ല ആ ഒരു ലുക്കാണ് മെയിൻ ആയിട്ട്. ഞാൻ പിന്നെയും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്റെ ഫേസിന്റെ 2 വശവും കണ്ടാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എനിവേസ് ഈ ഒരു സ്ട്രോപ്പ് ക്രീം എന്നാണ് എന്റെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഞാൻ സ്ട്രോപ്പ് ക്രീം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴാട്ടോ എനിക്ക് ഇത് ആമസോണിൽ നിന്ന് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ലാക്മിയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പൊ എന്തായാലും സ്ട്രോപ്പ് ക്രീം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂമി ക്രീം വാങ്ങിച്ചാലും മതി. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തായാലും രണ്ടും 2 സാധനം തന്നെയാണ്. എനിക്കൊന്ന് സ്ട്രോപ്പ് ക്രീം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഗ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, ഒരിക്കലും സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു അതാണെന്ന് വ്യത്യാസം. എനിക്ക് അറിയില്ല കേട്ടോ, സീരിയസ്ലി ഞാൻ എങ്ങും നോക്കിയിട്ടില്ല. എന്റെ ഒരു അറിവിൽ നിന്നും എനിക്ക് തോന്നിയത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. ലൂമി ക്രീം എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ ആയിട്ടും മേക്കപ്പ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സ്ട്രോപ്പ് ക്രീം എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, അതുകൊണ്ടായിരിക്കാം, മേ ബി അതായിരിക്കും ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. എനിവേസ് അറിയാവുന്നവർ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പം സെലിബ്രേഷന്റെ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ലെവലിൽ നമുക്ക് റെഡി ആവാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വാങ്ങിക്കാൻ പറ്റില്ല. ലാക്മിയുടെ ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും നോർമൽ ആയിട്ടുള്ള കടകളിലൊക്കെ ഈ സാധനം കിട്ടും. ഞാൻ പറഞ്ഞ കുറച്ച് സിറ്റി ഏരിയയിലോട്ടൊക്കെ ഇത് സാധനം കിട്ടും, കടകളിലൊക്കെ കിട്ടും. അല്ലാത്തവർ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.